Assalamualaikum, welcome back to our channel. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഒരു റെസിപ്പി മാത്രമല്ല ഒരു ചെറിയ വ്ളോഗും കൂടിയുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് ദുബായിലെ ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡിലേക്കാണ്. ഈ ഐലൻഡിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു മാൻമെയ്ഡ് ഐലൻഡാണ്. ബാക്കി നമുക്ക് കണ്ടു നോക്കാം. ഞങ്ങൾ നേരെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്കാണ് എത്തിയത്. അവിടുന്ന് പിന്നെ എസ്കലേറ്റർ കയറി ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തി. ഞങ്ങൾ ഈവനിങ് ഒരു 5:30 കൂടി ഇവിടെ എത്തി. നല്ലൊരു ടൈമായിരുന്നു. ഇവിടെ ഒരുപാട് ഷോപ്പുകളും അതുപോലെ തന്നെ കഫേകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു കോവിഡ് പ്രതിസന്ധിയിൽ പല ഷോപ്പുകളും അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നല്ലൊരു അടിപൊളി വ്യൂ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഐലൻഡിന് മേലെയുള്ള ഈ വാക്കിംഗ് ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിലൂടെ നടന്നാൽ നമുക്ക് ഐലൻഡിൻ്റെ മറ്റേ സൈഡിലേക്ക് എത്താവുന്നതാണ്. നല്ലൊരു നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ് കേട്ടോ ഇവിടെ. ഒരു രക്ഷയില്ല. ഭയങ്കര റിലാക്സിങ് ആണ്. ഈ ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് തന്നെ ചെറിയൊരു ലാൻഡ്സ്കേപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ നമുക്ക് കടൽ കാണാം. കടലിൻ്റെ മേലെ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇവിടുന്ന് സൺസെറ്റൊക്കെ കാണാൻ നല്ല വ്യൂ ആണ്. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ അടിപൊളി ലൊക്കേഷൻ തന്നെയാണിത്. പകൽ മാത്രമല്ല നൈറ്റിലും നല്ല വ്യൂ ആണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തത് നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ ടോർട്ടില്ല റാപ്പാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു ഹോം മെയ്ഡ് ടോർട്ടില്ല ബ്രെഡ് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. 2 ടൈപ്പ് സോസ് ഉപയോഗിച്ചിട്ടാണ് ഞാനിതിവിടെ ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസ് തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിലേക്കുള്ള ടോർട്ടില്ല ബ്രെഡ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
നമുക്കിതിലേക്കുള്ള ഗ്രീൻ സോസ് തയ്യാറാക്കാം. ഈ സോസ് തയ്യാറാക്കുമ്പോൾ ഈ ലീവ്സ് എല്ലാം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നിങ്ങൾ തൈര് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. തൈരും കൂടെ ചേർത്ത് അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കട്ടി ഒരുപാട് കുറഞ്ഞു പോവുള്ളൂ. ഇവിടെ ഞാൻ ആദ്യം കുറച്ച് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി അരച്ചതിന് ശേഷം മിക്സാക്കി എടുക്കുകയാണ് ചെയ്തത്. കുറച്ചും കൂടെ തൈര് ചേർത്ത് മിക്സാക്കി എടുത്തു. അപ്പോൾ നമ്മുടെ ഗ്രീൻ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വ്യത്യസ്ത ഫ്ലേവറിലുള്ള 2 സോസുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഈ ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടോർട്ടില്ല ബ്രെഡിലേക്കുള്ള എല്ലാ ഫില്ലിങ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലുള്ള അതേസമയം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ 2 ഫ്ലേവറിലുള്ള ചിക്കൻ ടോർട്ടില്ല റാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.